ഒരു ഇന്റർവ്യൂവിൽ സേർഖാനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. സഞ്ജു സാംസനെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ബെഞ്ചിലിരുത്തി നശിപ്പിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചോദ്യം. ആ ചോദ്യത്തിന് സേർഖാൻ പറയുന്ന മറുപടി ഉണ്ട് കേട്ടോ. 3 സെഞ്ചുറി അല്ലാതെ സഞ്ജുവിന് T20 എന്തുണ്ട്? ഓപ്പണിംഗ് പൊസിഷനിൽ സ്ഥിരതയില്ല. ഗിൽ ഭാവി ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ, ഇനിയും അവസരങ്ങൾ ലഭിക്കും. ഞാൻ ചോദിച്ചോക്കട്ടെ, ഒരു മനുഷ്യനാണ് ഇത്രത്തോളം നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാ എങ്ങനെ ഒരു കരിയർ നശിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ? മുംബൈ ലോബിയാണ്. ഇവൻ മുംബൈക്കാരനാണല്ലോ. സേർഖാൻ നല്ലൊരു ബൗളറായിരുന്നു, നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ നടക്കുന്നത് വേറൊന്നുമല്ല, മുംബൈ ലോബി. മുംബൈക്ക് വേണ്ടിയിട്ട് എന്തും ഇവർ ചെയ്യുക. കാരണം ഇവര് ഇപ്പം ചെയ്യുന്നത് ഈ ഗില്ലിനെ സഞ്ജുവിനെ പ്ലേസ് ചെയ്തിട്ട് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷേ ഓപ്പണറിൽ ഇവന്റെ സഞ്ജു സാംസണും അതേപോലെ ഗില്ലും തമ്മിലുള്ള ഇതിന്റെ ഒരു കമ്പാരിസൺ ഞാൻ ഇവിടെ കൊടുക്കുന്നത് കണ്ടുനോക്ക്. ഏത് ചോറ് തിന്നുന്ന ആൾക്കാർക്കും അറിയാം. ഇത് ഒതുക്കുകയാണ്. കേരള ക്രിക്കറ്റിൽ നിന്ന് ഒരു പ്ലെയർ വളർന്നു വരുന്നവർക്ക് ഇഷ്ടമല്ല. മുംബൈ ലോബിയാണ്. ഞാൻ മുമ്പ് പറയുന്ന പോലെ മുംബൈ ലോബിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഭരിക്കുന്നത്. ഇവനെ പോലെ തേർഡ് റേറ്റ്. ഞാൻ പറയാം, സേർഖാൻ നല്ലൊരു ബോളറായിരുന്നു, പക്ഷെ വിഷം എന്ന് പറഞ്ഞാൽ കൊടും വിഷമാണ്. ഇവന്റെ മനസ്സ് എത്രത്തോളം നോക്ക്, എത്ര നന്നായി കളിച്ചു. ഞാൻ ചോദിക്കട്ടെ, എത്രയും നന്നായി ആവറേജ് കാര്യങ്ങളല്ലേ നോക്കേണ്ടത് നമ്മൾ? ആവറേജ് ഇത്രയും നന്നായി ഉള്ളൊരു പ്ലെയർ, T20 ഓപ്പണറായി തിളങ്ങിക്കൊണ്ടിരുന്ന പ്ലെയറാ ഗില്ലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുന്ന് സ്ലോട്ട് മാറ്റിയിട്ട് ആ ചെക്കന്റെ കരിയർ നശിപ്പിച്ചില്ലേ? നമ്മുടെ ചെക്കനാണ്, നമ്മുടെ കേരളക്കാരനാണ്, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക.